Hello children, let us continue with pair of linear equations in two variables. We have already discussed ingane two variables inde rendu equations undavum you can solve it by many methods, and we have already talked about solving it by the graphical method. In the next method nammal kaanan ponathu, that is substitution method. But we all know no linear equation vanna they represent a line, correct? But ee rendu linear equations vannalu, that means there are two lines. We are talking about two lines. They could be intersecting lines, parallel lines or coincident lines. ഇപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡ് പഠിക്കുമ്പം അവരുടെ റിലേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പം ഇനി എക്സും വൈൻ്റെ വാല്യൂ കിട്ടിയാൽ, so that was going to be the same as when you do with your graphical methods. Value വേറെ കിട്ടൂല, just the methods are different. Okay, അപ്പോൾ നിങ്ങൾക്ക് എക്സും വൈൻ്റെ വേറെ വാല്യൂ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താവും? That is, these two are intersecting lines. അല്ലേ, ഒരു കറക്റ്റ് എക്സാക്ട് പോയിന്റ് വാല്യൂ കിട്ടുകയാണെങ്കിൽ, എക്സിന് ഒരു വാല്യൂ വൈനൊരു വാല്യൂ അങ്ങനെ കിട്ടുകയാണെങ്കിൽ യു ക്യാൻ സേ ഇത് പിന്നെ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആവും. ബട്ട് ദെൻ പാരലൽ ലൈൻസ് ആണെങ്കിൽ എന്ത് വാല്യൂ കിട്ടണം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ? അതേപോലെ കോയിൻസിഡൻറ്റ് ലൈൻസ് ആണെങ്കിൽ വാല്യൂ എങ്ങനെ ആവണം? സോ വി ലേൺ ഓൾ ദീസ് വിത്ത് സം എക്സാമ്പിൾസ്. So let us take this first example. Here you have 7x minus 15y is equal to 12, that you have written as equation 1, and x plus 2y is equal to 3, that you are taking as equation 2. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു റിപ്രസെൻറ്റ് വൺ വേരിയബിൾ ഇൻ ടേംസ് ഓഫ് ദ അതർ വേരിയബിൾ. അപ്പോൾ അത് സ്റ്റെപ്പ് വൈസ് പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് യു ചൂസ് ആൻ ഇക്വേഷൻ വിച്ച് യു ആർ കംഫർട്ടബിൾ വിത്ത്. ഇതിൽ 1 അല്ലെങ്കിൽ 2 ഏതെങ്കിലും ഒരു ഇക്വേഷൻ ചൂസ് ചെയ്യുക. അപ്പം നമ്മൾ ഈ കേസിൽ 2 ആണ് ചൂസ് ചെയ്തത്. ഇനി ഇക്വേഷൻ 2 വെച്ചിട്ട് എനിക്ക് എക്സിന് ഒരു വാല്യൂ കണ്ടെത്താൻ പറ്റും. എങ്ങനെ? എക്സ് ഇസ് ഈക്വൽ ടു 3 മൈനസ് 2y അല്ലേ? 2yനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ ഇറ്റ് വിൽ ബിക്കം മൈനസ് 2y. സോ ഐ വിൽ എൻഡ് അപ്പ് വിത്ത് ഹാവിങ് എക്സ് ഇസ് ഈക്വൽ ടു 3 മൈനസ് 2y. അപ്പോൾ അതിന് ഐ നെയിം ഇറ്റ് ആസ് 3. ഓക്കെ, അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 3 മൈനസ് 2y അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. നൗ വാട്ട് യു ഹാവ് ടു ഡു, ഈ വാല്യൂ ഓഫ് ദിസ് that you have to go and put in equation 1. Children, ചിലപ്പോൾ മിസ്റ്റേക്ക് ആയി ആ വാല്യൂ പിന്നെ ഇതിൽ തന്നെ ഇട്ട് പോവരുത്. ദാറ്റ് യു ഹാവ് ടു ഗോ ആൻഡ് പുട്ട് ഇൻ ദിസ് ഇക്വേഷൻ. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷനിൽ ഇന്ന് എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇടാം. അപ്പോൾ എക്സിൻ്റെ സ്ഥലത്ത് ഇക്വേഷൻ 3 നമ്മൾ എക്സിന് ഒരു വാല്യൂ എടുത്തിട്ടല്ലോ, ദാറ്റ് യു ഹാവ് ടു പുട്ട് ഇൻ പ്ലേസ് ഓഫ് എക്സ്. സോ ഹിയർ യു ഹാവ് 7 then into എക്സിൻ്റെ സ്ഥലത്ത് എഴുതുക 3 മൈനസ് 2y അങ്ങനെ എഴുതി കൊടുക്കുക. 3 മൈനസ് 2y minus 15y is equal to 2. Rest of the equation as it is. Now there is only one variable. Just see, one variable solve ചെയ്യാൻ നമ്മൾ എക്സ്പേർട്സ് ആണല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ സോൾവ് ചെയ്യുക ലൈക്ക് ദിസ്. ജസ്റ്റ് ഗോ ത്രൂ ഹൗ വി ഹാവ് സോൾവ്ഡ് ഇറ്റ്. Okay, then you will have finally y is equal to 19/29. ഇപ്പോൾ ഇങ്ങനെ വലിയ ഫ്രാക്ഷൻസിലൊക്കെ കിട്ടുകയാണെങ്കിൽ പേടിക്കേണ്ട, ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ ഓൺലി. ഇനി നെക്സ്റ്റ് വാട്ട് യു ആർ ഗോയിങ് ടു ഡു, വൈ മാത്രമല്ല കിട്ടിയിട്ടുള്ളൂ, ഇനി എക്സ് കിട്ടണ്ടേ? എക്സിന് നമ്മൾ ഒരു ഏത് 1 2 3 ഏത് ഇക്വേഷനിലും നിങ്ങൾക്ക് വൈയിൽ ഈ വാല്യൂ ഇട്ടാൽ എക്സിൻ്റെ വാല്യൂ കിട്ടാം. ബട്ട് ദ തേർഡ് ഇക്വേഷൻ വിഡ് ബി ദ ഈസിയസ്റ്റ് ബിക്കോസ് യു ഹാവ് ടോക്കിംഗ് ഇൻ ടേംസ് ഓഫ് എക്സ് ഇൻ ദാറ്റ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ഈ ഫുൾ ഇക്വേഷൻ ഇഫ് യു സോൾവ് യു വിൽ ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 49/29. So what you have now, two values, x is equal to 49/29 and y is equal to 19/29. But ingane two exact values for x and y you are getting, no? That means these are intersecting lines. Okay, now take this example. You have 2x plus 3y is equal to 9, that you take it as equation 1. 4x plus 6y is equal to 18, that we are taking it as equation 2. Now which equation can we choose? This equation looks easier, so we are going to choose that equation. അപ്പോൾ ഫസ്റ്റ് എന്താക്കണം, ആ ഇക്വേഷൻ ചൂസ് ചെയ്തിട്ട് എക്സിനുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് എന്താക്കണം, എക്സിന് 2x plus 3y, അപ്പോൾ 2xനെ വെച്ചിട്ട് 3yനെ അപ്പുറത്തേക്ക് ഇട്ട്, സോ യു വിൽ ഹാവ് 9 മൈനസ് 3y. പിന്നെ എക്സ് മാത്രമല്ല നമുക്ക് വേണ്ടി, അപ്പോൾ 2നെ അപ്പുറത്തിട്ടാൽ 9 മൈനസ് 3y/2. ദിസ് ഈസ് ദ ഇക്വേഷൻ ദറ്റ് യു ആർ ഗെറ്റിംഗ് ഫോർ എക്സ്. Now this you name it as equation number 3. ഇപ്പോൾ എന്താക്കണം, ഈ ഇക്വേഷൻ നമ്പർ 3നെ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഇക്വേഷൻ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. That is why we are calling it substitution method. So now when you put, you see that your x in the സ്ഥലത്ത് you write that 9 minus 3y/2. അപ്പോൾ ഈ 4 and 2 will cancel out. Finally you are getting 18 is equal to 18. y term cancel ആയി പോകുന്നുണ്ട്.
y term cancel ആയിട്ട് ലാസ്റ്റ്ലി യു ആർ ഗെറ്റിംഗ് 18 is equal to 18. അപ്പോൾ ഈ സെൻറ്റൻസ് ട്രൂ അല്ലേ? 18 is equal to 18. അതിനൊരു ഫോൾസ് പറയാൻ പറ്റില്ലല്ലോ, സെയിം കറക്റ്റ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ആൻസർ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. വൈൻ്റെ ഒരു നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൻ്റെ ശേഷം y ടേം തന്നെ ക്യാൻസലായി പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കോയിൻസിഡൻറ്റ് ലൈൻസ്. ദീസ് ടു ലൈൻസ് ഹാവ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. Okay, many solutions they can have. So this is the conclusion you come when the final answer that you are getting is something like this, then you can conclude that the given lines have infinitely many solutions. ഇനി അടുത്ത കേസ് നോക്കൂ. x plus 2y is equal to 4 and 2x plus 4y is equal to 12. അപ്പോൾ ഇതിൽ ഏത് ഇക്വേഷനാണ് നമുക്ക് ഈസി ആയിട്ട് കാണുന്നത്? ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എടുത്തു. ഫസ്റ്റ് ഇക്വേഷൻ എടുത്തിട്ട് എക്സ് എഴുതാൻ എളുപ്പമാണ്. എക്സ് ഇസ് ഈക്വൽ ടു 4 മൈനസ് 2y. നൗ അതിനെ തേർഡ് ഇക്വേഷൻ എഴുതി, എന്നിട്ട് ദാറ്റ് യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ സെക്കൻഡ് ഇക്വേഷൻ. സോ വെൻ യു ആർ ഡൂയിങ് ദാറ്റ്, വാട്ട് യു ഗെറ്റ്? Your y term is cancelling out and you are getting 8 is equal to 12. പക്ഷെ അത് ശരിയല്ലല്ലോ, 8 12 അല്ലല്ലോ. അപ്പോൾ ദിസ് ഇസ് എ റോങ് സെൻറ്റൻസ്, നോ? സോ വി സേ ദർ ഇസ് നോ സൊല്യൂഷൻ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസിന് ഒരു സൊല്യൂഷനും ഇല്ല. ദാറ്റ് മീൻസ് ദേ ആർ പാരലൽ ലൈൻസ്. ഓക്കെ, അപ്പോൾ 3 കേസസ് നമ്മൾ മുന്നിൽ വന്നു. എക്സാക്ട്ലി എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കിട്ടുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദേ ആർ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ്. എക്സിൻ്റെയും വൈൻ്റെ വാല്യൂ കണ്ടെത്തുമ്പം വൈൻ്റെ വാല്യൂ ക്യാൻസലായി പോവുകയാണ്. ആൻഡ് യു ആർ ഫൈനലി ഗെറ്റിംഗ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ വി സേ ദാറ്റ് ഇറ്റ് ഈസ് എ കോയിൻസിഡൻറ്റ് ലൈൻ. ദ ഗിവൻ പെയർ ഓഫ് ഇക്വേഷൻസ് ആർ ഇക്വേഷൻസ് ഫോർ കോയിൻസിഡൻറ്റ് ലൈൻസ്. Okay, and if you are getting an equation in such a way that after substituting and solving or a false statement like ningal reach cheyne, then you have to conclude that the lines are parallel lines. But this is the substitution method. Let us begin solving the exercise questions. It will be more clear. Okay, your exercise 3.3 first question is very easy. Let us do the second question here. Okay, അപ്പോൾ now let us see which equation. Okay, obviously this equation is better, no? So s minus t is equal to 3. അത് വെച്ചിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? s is equal to 3 plus t. ഇനി എന്താക്കണം? ഈ തേർഡ് ഇക്വേഷനെ you have to substitute into equation number 2. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഫൈനലി യു ഹാവ് ടു സോൾവ്. ടീൻ്റെ സ്ഥലത്ത് എസിൻ്റെ സ്ഥലത്ത് 3 plus t എഴുതാം. ഓക്കെ, പിന്നെ അതിങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ ഇത് ഓർക്കണം കേട്ടോ, ഫ്രാക്ഷൻസിന് ആഡ് ചെയ്യുമ്പം ഡിനോമിനേറ്ററിന് ഫസ്റ്റ് LCM എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം, അതൊക്കെ വിട്ടു പോകരുത്. ദെൻ യു വിൽ ഫൈനലി ഗെറ്റ് t ഈസ് ഈക്വൽ ടു 6. വെൻ യു സോൾവ് ലൈക്ക് ദിസ് യു വിൽ ഫൈനലി ഗെറ്റ് യുവർ t ഈസ് ഈക്വൽ ടു 6. Okay, now what t you got 6, no? Then put it in equation 1. S is equal to 3 plus 6, no? So you will get s is equal to 9 you are getting. So you found the two values. S is equal to 9, t is equal to 6. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ ടു വേരിയബിൾസ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക? ഈസി ഇക്വേഷൻ ചൂസ് ചെയ്തിട്ട് ഒരു വേരിയബിളിൻ്റെ മറ്റേ വേരിയബിളിൻ്റെ ടേംസിൽ എഴുതുക. പിന്നെ അതന്നെ ആ വാല്യൂ എടുത്തിട്ട് നെക്സ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് ദ വാല്യൂസ് of both the variables. അപ്പോൾ ഈ കേസിൽ these lines must be intersecting lines. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് രണ്ട് വാല്യൂ, എസിൻ്റെ ഒരു വാല്യൂ ടീൻ്റെ ഒരു വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഇനിയൊരു സം നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ റൂട്ടിൻ്റെ സംസ് ഒക്കെ നമുക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആണല്ലോ. അപ്പോൾ അതന്നെ ഫസ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ 2 ഇക്വേഷൻസിൻ്റെ ഇതൊരു ഇക്വേഷനാണ്, ഇതും ഒരു ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ചൂസ് ചെയ്യാം. അപ്പോൾ ഫ്രം ലെറ്റസ് ചൂസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. സോ യു വിൽ ഗെറ്റ് 1 വാല്യൂ ഫോർ എക്സ്, വൈൻ്റെ ടേംസിൽ. ഇപ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥലത്ത് അതങ്ങനെ എഴുതി കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ എന്താ? √3x. അപ്പോൾ √3 എഴുതി എക്സിൻ്റെ സ്ഥലത്ത് നമ്മൾ ഇവിടെ നിന്ന് എടുത്ത ആ റിലേഷൻ അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടും? √3 into minus √3 അല്ലേ? √3 into minus √3 എന്താ? √3 into √3 is 3. So minus 3 you will get. So you will have minus 3 by √2y minus √8y is equal to 0. ഇപ്പോൾ നമ്മൾ എങ്ങനെ പ്രൊസീഡ് ചെയ്യുക? ദിസ് 2 ടേമിൽ y ഉണ്ടല്ലോ, അപ്പോൾ വൈനെ കോമൺ പുറത്തെടുക്കുക. സോ യു വിൽ ഹാവ് y into -3 upon √2 minus √8. അപ്പോൾ y into സംതിങ് അല്ല, into റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ ഫുൾ 0 ആവും. സോ യു വിൽ എൻഡ് അപ്പ് ഹാവിങ് y is equal to 0. So you end up with two solutions, that is x is equal to 0, y is equal to 0. അപ്പോൾ these two are also intersecting lines അല്ലേ? വൈക്ക് ഒരു വാല്യൂ കിട്ടുന്നുണ്ട്, x is equal to 0, y. അപ്പോൾ 0 0 ഒറിജിനിലാണ് ഇവർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ രണ്ട് ലൈൻസും.
So in this way you solve the other sums also. The second sum that is given in your text, that is solve 2x plus 3y is equal to 11 and 2x minus 4y is equal to minus 24, and hence find the value of m for which y is equal to mx plus 3. അപ്പോൾ ഇങ്ങനത്തെ സംസ് കാണുമ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യണം, ഈ രണ്ട് ഫസ്റ്റ് ഗിവൻ ഇക്വേഷൻസിനെ സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെയും വൈൻ്റെ വാല്യൂ കണ്ടെത്തണം. പിന്നെ തേർഡ് ഇക്വേഷനിൽ ആ രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, അപ്പോൾ എമ്മിൻ്റെ വാല്യൂ കിട്ടും. സോ ലെറ്റ് us ഫസ്റ്റ് സോൾവ് ദ ഫസ്റ്റ് ടു ഇക്വേഷൻസ്. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്തത്, നമ്മൾ വൈനെ എക്സിൻ്റെ ടേംസിൽ എഴുതി, ദാറ്റ് ഈസ് 11 മൈനസ് 2x ഇസ് upon 3. Now when you substitute that, the xൻ്റെ സ്ഥലത്ത് ഈ ടേം എഴുതി കൊടുക്കുക, that is 11 minus 2x upon 3 എഴുതുക. So when you solve, finally you find the value of x like this. You will get x is equal to minus 2. ഇപ്പോൾ x കിട്ടിയല്ലോ, ഇനി ആ എക്സിനെ വെച്ചിട്ട് വൈനെ കണ്ടെത്താം. സോ വൈനെ കണ്ടെത്താൻ എക്സിൻ്റെ വാല്യൂ നമ്മൾ കിട്ടിയത് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ദാറ്റ് ഈസ് minus 2 you are putting, and then you will get y as 5. So you get two values, x is equal to minus 2, y is equal to 5. So these are lines intersecting at the point minus 2, 5. ഓക്കെ, അപ്പോൾ ഈ minus 2 ഉം 5 കിട്ടിയല്ലോ, അപ്പോൾ ഇത് എളുപ്പമായി. നെക്സ്റ്റ് ഈ ഇക്വേഷൻ അവർ തന്നിട്ടുണ്ട്, y is equal to mx plus 3. അപ്പോൾ അതിൽ നമുക്ക് എമ്മിൻ്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടി. അപ്പോൾ നമ്മൾ എന്താക്കണം, വൈൻ്റെ സ്ഥലത്ത് 5 ഇടുക, എക്സിൻ്റെ സ്ഥലത്ത് minus 2 ഇട്ട് കൊടുക്കുക. So finally you will get m is equal to minus 1 as your answer. So this is how you have to solve. So other remaining questions, children, you try to do yourself. Then question number 3 വന്ന് your problem sums ആണ്. അപ്പോൾ ഈ പ്രോബ്ലം സംസിൻ്റെ ഈക്വേഷൻസ് ഉണ്ടാക്കാൻ ഞാൻ പഠിപ്പിച്ചെത്ര, അത് സോൾവ് ചെയ്യേണ്ടത് നിങ്ങൾ you try it yourself. Okay, your question is the difference between two numbers is 26 and one number is 3 times the other. Find them. അപ്പോൾ ടു നമ്പേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഹൗ ഷുഡ് വി പ്രൊസീഡ്? ലെറ്റ് വൺ നമ്പർ ബി എക്സ് ആൻഡ് അനദർ നമ്പർ ബി വൈ. ലെറ്റ് us പ്രൊസീഡ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് രണ്ട് ഇക്വേഷൻ യു ഹാവ് ടു ഫോം. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു നമ്പേഴ്സ്, അപ്പോൾ ഡിഫറൻസ് മീൻസ് വൺ നമ്പർ ഹാസ് ടു ബി ഗ്രേറ്റർ ദൻ ദ അതർ നമ്പർ, നോ? സോ ലെറ്റ് us just imagine x is greater than y. So difference between the two numbers means x minus y is equal to 26 you are getting here. This is the first equation that you are getting. Then what they are asking, one number is 3 times the other. അപ്പോൾ one number is 3 times the other. അപ്പോൾ ബിഗർ നമ്പർ അല്ലേ 3 times ആവുക മറ്റേ നമ്പറിനേക്കാളും, ആ ബുദ്ധി നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, the bigger number is going to be 3 times the other number. അപ്പോൾ നമ്മളെ ബിഗർ നമ്പർ എന്തായിരുന്നു, x is equal to 3 times the other number. Times means into you have to do, that is 3 into y. Okay, so you have the two equations, x is equal to 3y. അപ്പോൾ ഇതിൽ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ എളുപ്പമാണ്, എക്സ് ഇസ് ഈക്വൽ ടു 3y കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ 3yനെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ ഇടാം. അപ്പോൾ എത്ര നമുക്ക് മെൻ്റലി തന്നെ ഈ സം സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനിൽ 3y ഇടാണെങ്കിൽ യു വിൽ ഹാവ് 3y മൈനസ് y ഇസ് ഈക്വൽ ടു 26, ദാറ്റ് ഈസ് 2y ഇസ് ഈക്വൽ ടു 26, y ഇസ് ഈക്വൽ ടു 13. അങ്ങനെ y 13 കിട്ടി. x ഇസ് ഈക്വൽ ടു 3y, നോ? You will get x is equal to 3 into 13, that is 39. അപ്പോൾ ഇത് മെൻ്റലി തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും. But then the equation you should know to write properly. Okay, let us do the next sum. Okay, your next sum is saying the larger of two supplementary angles exceeds the smaller by 18 degrees. Find them. അപ്പോൾ ഇത് ഒന്ന് വായിക്കുമ്പം രണ്ട് ആംഗിൾസിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ. ഫസ്റ്റ് റീഡിൽ നമുക്ക് അതാ കിട്ടുന്നത്, രണ്ട് ആംഗിൾസ് ഉണ്ട്, ഒരു ആംഗിൾ വലുതും ഒരു ആംഗിൾ ചെറുതുമാണ്. അപ്പോൾ അത് എക്സീഡ്സ് ദ സ്മോളർ ആംഗിൾ മീൻസ് വലിയ ആംഗിൾ ചെറിയ ആംഗിളിനേക്കാളും 18 degrees കൂടുതലാണ്. അപ്പോൾ ഹൗ ഷുഡ് വി പ്രൊസീഡ്? ഇതിന് നമുക്ക് രണ്ട് ഇക്വേഷൻ എടുക്കണം. അപ്പോൾ ഈ വേർഡിനെ നമ്മൾ ശ്രദ്ധിക്കണം, സപ്ലിമെൻ്ററീൻ്റെ അർത്ഥം എന്താണ്? വെൻ യു ആഡ് ദ ടു ആംഗിൾസ് ദേ ആർ 180 degrees. ദ സം ഓഫ് ദ ടു ആംഗിൾസ് ഇസ് 180 degree. അതേപോലെ കോംപ്ലിമെൻ്ററി പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ദ ടു ആംഗിൾസ് ഇസ് 90 degree. അപ്പോൾ ഈ വേർഡ് സപ്ലിമെൻ്ററി കോംപ്ലിമെൻ്ററി വേർഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിപ്പോയി. അതെന്താണ്? ലെറ്റ് ദ ടു ആംഗിൾസ് ബി എക്സ് ആൻഡ് വൈ. സോ യുവർ ഫസ്റ്റ് ഇക്വേഷൻ ഇസ് എക്സ് പ്ലസ് വൈ is equal to 180. അത് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി സെക്കൻഡ് ഇക്വേഷൻ അവർ എന്താ പറയുന്നത്? വൺ ആംഗിൾ എക്സീഡ്സ് ദ അതർ. അപ്പോൾ ലെറ്റ് ദ എക്സ് ആംഗിൾ ബി ബിഗർ. സോ എക്സ് മൈനസ് വൈ എക്സീഡ്സ് ദ അതർ മീൻസ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 18 by 18 degrees. So you will get x minus y is equal to 18. So these two equations you got. Now solving it is going to be a easy peasy thing to do. Okay, let us do the next sum. The coach of a cricket team buys 7 bats and 6 balls for rupees 3,800. Later she buys 3 bats and 5 balls for rupees 1,750. Find the cost of each bat and each ball.
ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്ന പീസ് ഓഫ് കേക്കാണ്. ഇത് ഒരിക്കലും ഇതിൽ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഇല്ല. ബിക്കോസ് ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ഈച്ച് ബാറ്റ് ആൻഡ് ബോൾ. അപ്പോൾ ലെറ്റ് ദ കോസ്റ്റ് ഓഫ് ബാറ്റ് ബി എക്സ്, ലെറ്റ് ദ കോസ്റ്റ് ഓഫ് ബോൾ ബി വൈ. അപ്പോൾ ഡയറക്ട്ലി വാട്ട് ഈസ് എക്സ്, വാട്ട് ഈസ് വൈ വി ആർ ഗെറ്റിംഗ്. നൗ വാട്ട് ദേ ആർ സെയിങ്, ഫസ്റ്റ് അവർ എന്താ വാങ്ങിയ 7 ബാറ്റ്സും 6 ബോൾസും അല്ലേ. അപ്പോൾ ബാറ്റിന് എക്സ് ആണ്, ബോളിന് വൈ ആണ്. അപ്പോൾ 7 into x and then 6 balls, that is 6 into y is equal to 3800. First equation ready. Second equation endana 3x plus 5y is equal to 1750. But second equation is also ready. But two equations kittiyal by substitution method you can easily solve them. Let us see the next one. The taxi charges in a city consist of a fixed charge together with the charge for the distance covered. അപ്പോൾ ഇത് ഇങ്ങനത്തെ വരുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് ഓട്ടോ ഒക്കെ പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ഓട്ടോയിൽ നമ്മൾ എന്താ മിനിമം ചാർജ് കൊടുക്കുന്നുണ്ടല്ലോ, ഫിക്സഡ് ചാർജ്. ഒരു കുറച്ച് ഡിസ്റ്റൻസ് പോയാലും ഒരു ഫിക്സഡ് ചാർജ് ഓഫ് 25 rupees വി ആർ പേയിങ്. കറക്റ്റ്, ദാറ്റ് ഈസ് എ മിനിമം ചാർജ്. അതിനെ പറയാം ഫിക്സഡ് ചാർജ്. പിന്നെ അതിൻ്റെ ശേഷം ഒരു മിനിമം ഡിസ്റ്റൻസ് കവർ ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് എത്ര ഡിസ്റ്റൻസ് ആണോ കവർ ചെയ്യുന്നത് അതിനനുസരിച്ച് ഒരു റേറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ 2 ചാർജസ് ഉണ്ടാവും. ഒരു ഫിക്സഡ് ചാർജ് ഉണ്ടാവും, പിന്നെ ഒരു റേറ്റ് ഉണ്ടാവും. ഓക്കെ, ഡിസ്റ്റൻസിനനുസരിച്ച് വരുന്ന ചാർജസ് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ്റെ അനുസരിച്ച് എന്താ പറയുന്നത്, ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 10 kilometer ദ ചാർജ് പെയ്ഡ് ഇസ് ₹10505 ആൻഡ് ഫോർ എ ജേർണി ഓഫ് 15 kilometer. അപ്പോൾ 10 kilometer ജേർണിക്ക് 105 കൊടുത്തു, 15 kilometer ജേർണിക്ക് 155 കൊടുത്തു അല്ലേ. വാട്ട് ആർ ദ ഫിക്സഡ് ചാർജ് ആൻഡ് ദ ചാർജ് പെർ കിലോമീറ്റർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് തന്നെ മനസ്സിലാവണം ഫിക്സഡ് ചാർജും ചാർജ് പെർ കിലോമീറ്റർ, 2 things ആർ ദേ ആസ്കിങ്. സോ ലെറ്റ് ദ ഫിക്സഡ് ചാർജ് ബി എക്സ് ആൻഡ് ചാർജ് പെർ കിലോമീറ്റർ ബി വൈ. Okay, so let us begin like that. അപ്പോൾ ഫസ്റ്റ് കേസ് നമുക്ക് എടുത്ത് നോക്കാം. ഈ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ഇസ് ഓൾ ടുഗെദർ എ തേർഡ് ക്വസ്റ്റ്യൻ. സോ ലെറ്റ് us not read it now. ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 10 kilometers ദ ചാർജ് പെയ്ഡ് ഇസ് ₹105. അപ്പോൾ ആ 10 kilometers ഡിസ്റ്റൻസിന് ഒരു ഫിക്സഡ് ചാർജ് ഫസ്റ്റ് എക്സ് പേ ചെയ്തിട്ടുണ്ടാവും അല്ലേ, പ്ലസ് 10 kilometersൻ്റെ വൈ ആ ചാർജ് പെർ മിനിറ്റ്, ചാർജ് പെർ കിലോമീറ്റർ എത്രയാണ് അത് ഇൻറ്റു വൈ, 10 into y പേ ചെയ്തിട്ടുണ്ടാവും അല്ലേ, ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ഗിവൻ 105. ഓക്കെ, അപ്പോൾ സോ വാട്ട് വി ഹാവ് ഹിയർ എക്സ് പ്ലസ് 10y ഇസ് ഈക്വൽ ടു 105. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയല്ലോ. അതേപോലെ സെക്കൻഡ് ഇക്വേഷൻ അവരെന്താ പറയുന്നത്, സെക്കൻഡ് ഇക്വേഷനിൽ പറയുന്നത് 15 kilometers. അപ്പോൾ 15 kilometersൻ്റെ ഇതിനും ഫസ്റ്റ് ഒരു ഫിക്സഡ് ചാർജ് എക്സ് അവർ പേ ചെയ്തിട്ടുണ്ടാവും, പ്ലസ് 15 kilometers ആ പോയത്. അപ്പോൾ 15 into y അല്ലേ, ഫിക്സഡ് ചാർജ് ദാറ്റ് ഈസ് 15x പ്ലസ് charge per kilometer. അപ്പോൾ 15 kilometer into y, that will give you x plus 15y is equal to, you have it as 155. അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി അല്ലേ. your 2 equations are ready in front of you. What are they? That is x plus 10y is equal to 105 and x plus 15y is equal to 155. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡ് ചെയ്യാം, എന്ത് മെത്തേഡും ചെയ്യാം. ദെൻ യു ഗെറ്റ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. എക്സ് ആൻഡ് വൈൻ്റെ വാല്യൂ കിട്ടിയതിൻ്റെ ശേഷം ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ഫൈൻഡ് ദ third part of the sum. Okay, what is the third part? How much does a person have to pay for traveling a distance of 25 kilometer? 25 kilometer പോവാൻ ആ പേഴ്സൺക്ക് എത്ര പൈസ കൊടുക്കേണ്ടി വരും? So how shall we proceed? First let us take the fixed charge. Fixed charge കൊടുക്കേണ്ടി വരും, that is x plus 25 kilometer പോയല്ലോ, അപ്പോൾ 25 kilometer into charge per kilometer, that is y. So you will have x plus 25y is equal to, അത് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചതാണ്, വൈൻ്റെ വാല്യൂ കണ്ടുപിടിച്ചതാണ്. That's just substitute in the equation and you will get the final answer. So this is how you do this sum. Let us see the next one now. Okay, now let us see this sum. A fraction becomes 9/11 if 2 is added to both the numerator and denominator. If 3 is added to both the numerator and denominator, it becomes 5/6. Find the fraction. So first നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ എന്താ മനസ്സിലാവണം, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററാണ് ചോദിക്കുന്നത്. സോ ലെറ്റ് ദ ന്യൂമറേറ്റർ ബി എക്സ് ആൻഡ് യുവർ ഡിനോമിനേറ്റർ ദെൻ വിൽ ബിക്കം വൈ അല്ലേ. ന്യൂമറേറ്റർ എക്സ് ആയാൽ your denominator will then become as y.
ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടി, തന്ന ഇൻഫർമേഷൻ പ്രകാരം ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിലും 2 ആഡ് ചെയ്ത്, ഇപ്പോൾ ന്യൂമറേറ്ററിൻ്റെ കൂടെ 2 ആഡ് ചെയ്തു, അതേപോലെ ഡിനോമിനേറ്ററിൻ്റെ കൂടെയും 2 ആഡ് ചെയ്തു. സോ യു വിൽ ഹാവ് എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ വൈ പ്ലസ് 2. അങ്ങനെ ചെയ്തപ്പം ആ റേഷ്യോ എന്തായി, 9/11 ആയി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ ദാറ്റ് യു ആർ ഗെറ്റിംഗ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാമല്ലോ. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ഹിയർ ലൈക്ക് ദിസ്. സോ യു വിൽ ഹാവ് 11 into x plus 2 is equal to 9 into y plus 2. So when you open the brackets and all, finally you will get the equation 11x minus 9y is equal to minus 4. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. അതേപോലെ ഇനി നെക്സ്റ്റ് ഇക്വേഷൻ നോക്കാം. നമ്മൾ ന്യൂമറേറ്റർ x ആണ് and denominator is y. Okay, what they are telling, when you add 3 to both, that is numerator inde kuda 3 add edu, denominator inde kuda 3 add edu, so you will have x plus 3 divided by y plus 3. What happens to your ratio? It becomes 5/6. ഓക്കെ, അപ്പോൾ ഇനി ഇതിന് സോൾവ് ചെയ്യാൻ എളുപ്പമാണല്ലോ. യു ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ. സോ യു വിൽ ഹാവ് 6 into x plus 3 is equal to 5 into y plus 3. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ അപ്പ് ദ ബ്രാക്കറ്റ്. 6നോട് മൾട്ടിപ്ലൈ ചെയ്യുക രണ്ടിനും, അതേപോലെ 5നോട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ റൈറ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൊക്കെ വെച്ചിട്ട് finally you will get the equation 6x minus 5y is equal to minus 3. അപ്പോൾ രണ്ട് ഇക്വേഷൻ ആയി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ you just solve and you will get the value for x and y. So x എന്താണ് ന്യൂമറേറ്റർ, y എന്താണ് ഡിനോമിനേറ്റർ. അപ്പോൾ x എന്താ കിട്ടി, y എന്താ കിട്ടി, like that you have to write it as a ratio. So this is how you solve this sum. Okay, now let us see the next sum. 5 years hence the age of Jacob will be 3 times that of his son. 5 years ago Jacob's age was 7 times that of his son. What are their present ages? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ഒരു ഡെഫിനറ്റ് പാറ്റേൺ ഉണ്ട്. അത് മനസ്സിലായാലും അവർ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും വി ക്യാൻ സോൾവ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ആൾക്കാരെ ഏജാണ് ചോദിക്കുന്നത്. സോ ഒബ്വിയസ്ലി വി ഷുഡ് ബിഗിൻ വിത്ത് എക്സ് ആൻഡ് വൈ. ലെറ്റ് ദ ഫാദേഴ്സ് ഏജ് ബി എക്സ് ആൻഡ് ദ സൺസ് ഏജ് ബി വൈ. ലെറ്റ് us ബിഗിൻ ലൈക്ക് ദാറ്റ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്, 5 years hence മീൻസ് 5 years കഴിഞ്ഞിട്ട് ജേക്കബ് വിൽ ബി 3 times ദാറ്റ് ഓഫ് ഹിസ് ഏജ് ഓഫ് ഹിസ് സൺ. അപ്പോൾ നമ്മൾ എക്സ് എടുത്തത് ജേക്കബിൻ്റെ പ്രസൻറ്റ് ഏജാണ്, ഇപ്പോഴത്തെ ഏജാണ് എക്സ് എടുത്ത്. അപ്പോൾ 5 yearsൻ്റെ ശേഷം ജേക്കബിൻ്റെ ഏജ് എന്തായിരിക്കും, ഇറ്റ് വിൽ ബിക്കം എക്സ് പ്ലസ് 5 അല്ലേ. ഇപ്പം ഇഫ് യു ഓൾ ആർ 15 years old now, കറക്റ്റ്. ഇപ്പോൾ 5 yearsൻ്റെ ശേഷം നിങ്ങളുടെ ഏജ് എന്താവും, 20 ആവൂലേ. ജേക്കബിൻ്റെ ഇപ്പോഴത്തെ ഏജ് നമുക്ക് അറിയില്ല, അപ്പോൾ അതും നമ്മൾ എക്സിന്ന് എടുത്തു. അപ്പോൾ 5 yearsൻ്റെ ശേഷം ഏജ് എന്താവും, എക്സ് പ്ലസ് 5 ആവും. അതേപോലെ സൺഡേ ഏജ് എന്താവും, സൺഡേ പ്രസൻറ്റ് ഏജാണ് വൈന്ന് നമ്മൾ എടുത്ത്. അപ്പോൾ 5 yearsൻ്റെ ശേഷം സൺഡേ ഏജ് എന്താവും, വൈ പ്ലസ് 5 ആവും അല്ലേ. ഇപ്പോൾ ദിസ് ഈസ് ദ കണ്ടീഷൻ ആഫ്റ്റർ 5 years. ജേക്കബ്സ് ഏജ് വിൽ ബി എക്സ് പ്ലസ് 5 ആൻഡ് ദ സൺസ് ഏജ് വിൽ be y plus 5. അപ്പോൾ അവർ പറയുന്ന ഇൻഫർമേഷൻ എന്താണ്, ജേക്കബ്സ് ഏജ് വിൽ ബി 3 times that of his son's age. That is, Jacob's age is going to be equal to 3 times the age of the son. Son's age into 3 times ആവും. But this is how you get your first equation. Now what you have to do, just open up the brackets. You will have x plus 5 is equal to 3y plus 15. 3y ne left hand side lo kondoikolu, so x minus 3y. 5 ne right hand side lo kondoikolu, that will become 10 here. So you will have x minus 3y is equal to 10. Okay, അപ്പോൾ this is the first equation you are getting. അപ്പോൾ ഇതിങ്ങനെ മനസ്സിലായല്ലോ. ഇനി സെക്കൻഡ് കേസ് നമുക്ക് നോക്കാം. സെക്കൻഡ് കേസ് എന്താ പറയുന്നത്, 5 years ago. ഇപ്പോൾ നിങ്ങളെ വയസ്സ് 15 ആണെങ്കിൽ 5 വർഷം മുന്നേ നിങ്ങളെ വയസ്സ് 10 അല്ലായിരുന്നു. അപ്പോൾ 15 മൈനസ് 5 അല്ലേ ചെയ്ത്. അതേപോലെ ജേക്കബിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് നമുക്ക് അറിയില്ല, അപ്പോൾ വി പുട്ട് ഇറ്റ് ആസ് എക്സ്. 5 years ago മൂപ്പർ ഏജ് എന്തായിരിക്കും, എക്സ് മൈനസ് 5. അപ്പോൾ അതേപോലെ സൺഡേ ഏജ് എന്തായിരിക്കും, വൈ മൈനസ് 5. ഓക്കെ, ദിസ് ഈസ് ദ കേസ് 5 years ago. അപ്പോൾ അവർ പറയുന്ന റിലേഷൻ എന്താണ്, ജേക്കബ്സ് ഏജ് വാസ് 7 times ദ സൺസ് ഏജ്. അപ്പോൾ 7 times മീൻസ് 7 into സൺസ് ഏജ്. അപ്പോൾ ജേക്കബ്സ് ഏജ് is equal to 7 times the son's age. Now you open up the bracket. You will have x minus 5 is equal to 7y minus 35 you will have. Then when you bring your 7y to the left hand side, you will have x minus 7y is equal to minus 30 you will get. This is how you get the second equation. അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടിയല്ലോ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ എക്സ് ആൻഡ് വൈ. അപ്പോൾ എക്സ് എന്താണ് ജേക്കബിൻ്റെ വയസ്സാവും, വൈ എന്താണ് സൺഡേ വയസ്സാവും. സോ ദിസ് ഈസ് ഹൗ യു സോൾവ് സച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് കണ്ടാൽ യു ഷുഡ് ബി ഏബിൾ ടു മേക്ക് ദ ഇക്വേഷൻ ഔട്ട് ഓഫ് ഇറ്റ്. ദാറ്റ് ഈസ് ദ ചാലഞ്ചിങ് പാർട്ട്. റിമൈനിങ്
that much practice you should have that you're confident എങ്ങനത്തെ രണ്ട് question കിട്ടിയാലും you will be able to solve it by the substitution method. Okay, so I hope children you understood this all. We remain with one more method, that is the elimination method, that we will do in the next class. Okay, bye.